ബഹുമാനപ്പെട്ട കോടതി എന്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി 2 സാക്ഷികളെ കൂടി വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. PW1, PW2 എന്നിവരെ വിറ്റ്നസ് ലിസ്റ്റിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ് യുവർ ഓണർ. ഇവിടെ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുടെ പിടിയിലകപ്പെട്ട് ജീവിതം നഷ്ടമായത് 54 വയസ്സുള്ള സുദേവനും 45 വയസ്സുള്ള സുശീലാദേവിയുമാണ്. മകളുടെ കല്യാണം നടത്തിയതാണ്. അപ്പൊ ചോദിക്കും, കയ്യിൽ കാശില്ലാതെ മകളുടെ കല്യാണം നടത്താൻ പോകുന്ന എന്തിനാണെന്ന്. സ്വന്തം മകൾ മംഗല്യവതിയെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ ഏത് മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത്? ലോൺ നൽകാമെന്ന് പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കുകാർ ചതിച്ചു. പിന്നെ അവരുടെ ഏക ആശ്രയം വട്ടിപ്പലിശക്കാരായ ഇവരെ പോലുള്ളവരെ ആശ്രയിക്കുന്നത് മാത്രമാണ്. അവര് പണം കൊടുത്തു. പക്ഷെ പിന്നെ സംഭവിച്ച എന്താണ്? 6 മാസത്തിനുള്ളിൽ പലിശയും പലിശയുടെ പലിശയുമായി ആ കുടുംബം കടക്കണിയിലായി. കല്യാണ പെണ്ണിന്റെ കഴുത്തിലും കാതിലും കിടന്നൊക്കെ ഊരി വാങ്ങിച്ചിട്ടും കടം തീർന്നില്ല. പെണ്ണിനെ ചെറുക്കൻ വീട്ടുകാർ ഉപേക്ഷിച്ചു. മകളുടെ ജീവിതം തകർന്നെന്ന കുറ്റബോധത്താൽ ആ അച്ഛനും അമ്മയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി ഇപ്പോ കാക്കനാടുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ മനസ്സ് തകർന്ന അവസ്ഥയിൽ ജീവിതം തകർന്നു കിടക്കുന്നു. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ പോലെ. മിസ്റ്റർ ഇന്ദു കലാധരൻ, കം ടു ദ പോയിന്റ്. ഞാൻ ഈ 2 കേസുകൾ ഇവിടെ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട കോടതിയുടെ സമയം കളയാനല്ല. ഇവിടുത്തെ വട്ടിപ്പലിശക്കാരും കൊള്ളപ്പലിശക്കാരും ചേർന്ന് പാവപ്പെട്ടവന്റെ ജീവൻ എടുക്കുന്നതിന്റെ നേർക്കാഴ്ച കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇനി കുട്ടിക്കൃഷ്ണൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? കുട്ടിക്കൃഷ്ണന്റെ മരണത്തിന് പിന്നിലും വട്ടിപ്പലിശക്കാരുടെ ചതിക്കുഴി ഉണ്ടായിരുന്നോ? ഇതറിയാനായി പ്രതിയായി ആരോപിക്കപ്പെട്ട സത്യഭാമയെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അനുവാദം ചോദിക്കുന്നു. യെസ്, പ്രൊസീഡ്. എന്താ പേര്? സത്യഭാമ. അങ്ങോട്ട്. സത്യഭാമ. സത്യഭാമയുടെ കയ്യിൽ നിന്നും മരണപ്പെട്ട കുട്ടിക്കൃഷ്ണൻ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നോ? ഇല്ല. പണം തിരിച്ചു തരാൻ വേണ്ടി നിങ്ങൾ കുട്ടിക്കൃഷ്ണനെ ആള് വിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? ഇല്ല. പച്ചക്കള്ളമാണ് യുവർ ഓണർ ഈ സ്ത്രീ പറയുന്നത്. ഇവർ നടത്തിയിരുന്ന പലിശ ഇടപാട് സ്ഥാപനത്തിൽ നിന്നും കുട്ടിക്കൃഷ്ണൻ പണം എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് പണവും പലിശയും തിരികെ കൊടുക്കാൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ സത്യഭാമയും ഗുണ്ടകളും കുട്ടിക്കൃഷ്ണനെ കൊന്നുകളയുന്നവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. വീട്ടുകാരെ നാണം കെടുത്തി. ഒടുവിൽ സഹിക്കവയ്യാതെ കുട്ടിക്കൃഷ്ണൻ ആത്മഹത്യ ചെയ്തു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. താങ്ക് യു യുവർ ഓണർ. കുറെ നേരമായി എന്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഇന്ദു കലാധരൻ ഒരു സിനിമാ കഥ പറയും പോലെ വട്ടിപ്പലിശക്കാരെ കുറിച്ചും കൊള്ളപ്പലിശക്കാരെ കുറിച്ചും ഒക്കെ പറയുന്നു. എന്തിന്? ഇവിടെ ആരാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നത്? എന്റെ കക്ഷി സത്യഭാമയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു സ്ഥാപനമോ ബിസിനസ്സോ ഇല്ല. പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. സത്യഭാമ വർഷങ്ങളായി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് നടത്തുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഡിഫൻസ് വക്കീല് ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെങ്കിൽ പല മേഖലകളിലൂടെയും സഞ്ചരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വട്ടിപ്പലിശക്കാരെക്കുറിച്ചും കൊള്ളപ്പലിശക്കാരെക്കുറിച്ചും വഴിയിൽ അമർന്ന് ജീവിതം തകർത്തവരുടെയും അതുമൂലം ജീവിതം ഹോമിക്കപ്പെട്ടവരുടെയും പത്രവാർത്തകൾ നിരത്തിയപ്പോൾ യാതൊരു ഒബ്ജക്ഷനും ഇല്ലാതെ കേട്ടിരുന്നത്. പക്ഷേ അതെന്റെ കക്ഷിയെ വട്ടിപ്പലിശക്കാരിയായി മുദ്രകുത്തി കുട്ടിക്കൃഷ്ണന്റെ മരണത്തിന് ആളെ ഒപ്പിക്കുകയായിരുന്നെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. വർഷങ്ങളായി ലൈസൻസ് പോലും ഇല്ലാതെ പലിശയ്ക്ക് പണം നൽകി ആൾക്കാരെ പിഴിഞ്ഞു ജീവിക്കുന്ന സത്യഭാമയെ പോലുള്ളവരെ വിശുദ്ധതയുടെ മാലാകപ്പെട്ട് അണിയിക്കാൻ ശ്രമിക്കുകയാണ് ഡിഫൻസ് വക്കീല്.
ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി എന്റെ കക്ഷിയെ വിസ്തരിക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. You proceed. എന്താണ് സത്യഭാമ ചെയ്യുന്നത്? എന്താണ് സത്യഭാമയുടെ ജോലി? വീട്ടിൽ പലഹാര യൂണിറ്റ് ഉണ്ട്. വീട്ടിലിരുന്ന് പലഹാരം ഉണ്ടാക്കി ബേക്കറികളിലും കടകളിലും കൊണ്ടു കൊടുക്കും. കാറ്ററിംഗ് സർവീസും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? മരുമകൾ കളക്ടറല്ലേ? സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കിട്ടില്ലല്ലോ. ചെറുപ്പകാലം മുതൽ ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി 2 സാക്ഷികളെ കൂടി വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. Objection overruled. You proceed. താങ്ക് യു, യുവർ ഓണർ. PW1, PW2 എന്നിവരെ വിറ്റ്നസ് ലിസ്റ്റിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്, യുവർ ഓണർ. PW1 സുമോത്തമൻ നായർ മകൻ വിജയൻ നായർ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ ദൈവം സാക്ഷിയായി കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് പേര്? വിജയൻ നായർ. എന്താണ് ജോലി? ഞാൻ വെട്ടൂർകോണം പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനെ പരിചയമുണ്ട്? പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി ഒരു ലോൺ സാങ്ഷനാക്കി തരുമോ എന്ന് ചോദിച്ചാണ് ഈ സത്യഭാമ എന്നെ സമീപിച്ചത്. ഇത് സത്യാമ്മ. നമസ്കാരം. സത്യാമ്മയ്ക്ക് കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങൾ പാക്കറ്റിലാക്കി വിൽപ്പന നടത്താൻ വേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങാൻ ധനസഹായം വല്ലതും കിട്ടുമെന്നറിയാനാ. ഈ ജോലിയോട് ഇവർക്കുള്ള ആത്മാർത്ഥതയും അർപ്പണ മനോഭാവം കണ്ട് കുടുംബശ്രീയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഞാൻ ലോൺ സാങ്ഷനാക്കി കൊടുത്തു. കൃത്യമായി അടയ്ക്കുകയും ബിസിനസ് നന്നായി കൊണ്ടുപോവുകയും ചെയ്തു അവര്. അത് സംബന്ധിക്കുന്ന പഞ്ചായത്ത് രേഖയുടെ കോപ്പികൾ ഞാനിവിടെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. യുവർ ഓണർ, എക്സിബിറ്റ് നമ്പർ D4-ൽ ആ രേഖകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവർ ബിസിനസ് നടത്തിയിരുന്ന കടകളുടെയും ബേക്കറികളുടെയും ഫോൺ നമ്പരും അഡ്രസ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറങ്ങി നിന്നോളൂ. ആ